സ്റ്റുഡൻസ്, എജു പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ റിവിഷൻ ക്ലാസ്സസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് അപ്കമിംഗ് ആയിട്ട് വരുന്ന ഒക്ടോബർ എക്സാമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പഠിക്കേണ്ടതെന്നാണ് ഇന്ന് വിശകലനം ചെയ്യുന്നത്. ചാപ്റ്റേഴ്സ് 3, 4, 6, 7 ആണ് ഇന്നത്തെ എക്സാം ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്റർ വൈസും നിങ്ങൾക്ക് എന്തൊക്കെയാണ് നോക്കേണ്ടത്, എന്തൊക്കെ പോയിന്റ്സ് ആണ് നോക്കി പോകേണ്ടതെന്നൊക്കെ ഇന്നത്തെ ഈ ഒരു റിവിഷൻ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ ഇന്ന് പറയുന്നത് ചാപ്റ്റർ 3 ആണ്. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സൊസൈറ്റി, നേഷൻ, സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്റ്റേറ്റ് തന്നെയാണ്. രാഷ്ട്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ, അങ്ങനെ ഒരു രാഷ്ട്രത്തെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് വരുന്നതാണെങ്കിൽ അവർ കൂടുതലായിട്ടും ചോദിക്കുന്ന ഒരു 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ചോദിക്കുന്ന ഡിഫൈൻ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്, രാഷ്ട്രത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്താണ്? ടെറിറ്ററി ആൻഡ് പോപ്പുലേഷൻ. ടെറിറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരുകൾ, പോപ്പുലേഷൻ അതിൻ്റെ ജനസംഖ്യ, പിന്നെ സൊവറിറ്റി അതിൻ്റെ പരമാധികാരം, പിന്നെ അതിൻ്റെ ഗവൺമെൻറ് അല്ലെങ്കിൽ സർക്കാർ. അപ്പം ഇത്രയും ഈ 4 എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ് സ്റ്റേറ്റിന് വരുന്നത്. അപ്പം സ്റ്റേറ്റിൻ്റെ ഒരു നിർവചനം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 4 എലമെൻറ്റ്സ് എന്താണെന്ന് നിങ്ങൾ എഴുതി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നില്ല, പക്ഷെ അത് നിങ്ങൾ എന്തായാലും പഠിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ അടിസ്ഥാനം തന്നെ ഈ ഒരു എലമെൻറ്റ്സ്, സ്റ്റേറ്റും അതിൻ്റെ എലമെൻറ്റ്സും തന്നെയാണ്. ഇത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങളെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടേതായ രീതിയിൽ എഴുതിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ബേസായിട്ട് ഉറപ്പിച്ച് വെക്കണം. താറാക്കി വെക്കാമെന്നൊക്കെ നമ്മൾ പറയും. അത് ആ ഒരു രീതിയിൽ ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇനി ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. എക്സ്പ്ലെയിൻ ദിസ്, ഇങ്ങനെയായിരിക്കും വരുന്നത്. എക്സ്പ്ലെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. അപ്പം ഇതിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ എഴുതാം? അപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് സ്റ്റേറ്റ്, അടിസ്ഥാനമായിട്ട് സ്റ്റേറ്റും അതിൻ്റെ എസെൻഷ്യൽ എലമെൻസും. ആ ഒരു എസെൻഷ്യൽ എലമെൻസിനെ തട്ടിച്ചുകൊണ്ട് ആ ഒരു 4 കാര്യങ്ങളുണ്ടല്ലോ, ആ 4 കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ഡിഫറൻസ് ചെയ്താൻ വേണ്ടിയിട്ട്. എന്നിരുന്നാലും കുറച്ചും കൂടെ പോയിന്റ്സ് ഞാൻ എന്തായാലും ഈ സെക്ഷനിൽ ഒന്ന് പറഞ്ഞു തരാം. രാഷ്ട്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു പൊളിറ്റിക്കൽ സംഘടനയാണ്. അത് രാഷ്ട്രീയമായിട്ട് സംഘടിതമായിട്ടുള്ള ഒന്നാണ്. എന്നാൽ സമൂഹത്തിൻ്റെ കേസ്, ഇവിടെ സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹമാണ് വരുന്നത്. സമൂഹത്തിൻ്റെ കേസിൽ എന്താ പറയുന്നത്? അതൊരു സാമൂഹിക സംഘടനയാണ്. അതിൻ്റെ ഉള്ളിൽ എല്ലാ തരത്തിലുള്ള അസോസിയേഷനും ഉണ്ട്. ഇനിയിപ്പോൾ രാഷ്ട്രത്തിൽ സമൂഹത്തിന് പിന്നോടിയാണ് രാഷ്ട്രം വരുന്നത്. ആദ്യം ഉണ്ടായിരുന്ന എന്താണ്? സമൂഹമാണ്. ഇതൊക്കെ നമ്മുടെ ആ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഇനിയിപ്പോൾ ആ ഒരു 4 എലമെൻറ്റ്സ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ രാഷ്ട്രത്തിനൊരു നിശ്ചിത പ്രദേശം, അതായത് ഒരു ടെറിറ്ററി ഉണ്ട്. ഈ ഒരു ടെറിറ്ററീനെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ്? അതിനൊരു പ്രദേശമുണ്ട്, പക്ഷെ അതിൻ്റെ പ്രദേശം പെർമനൻ്റ് അല്ല, ശാശ്വതമല്ല. അതിൻ്റെ പ്രവർത്തന സ്ഥലം എന്തേക്കാം? നീണ്ടേക്കാം, അല്ലെങ്കിൽ പരിമിതമായേക്കാം. ഇനി സ്റ്റേറ്റിൻ്റെ തന്നെ മറ്റൊരു എസെൻഷ്യൽ എലമെൻ്റ് ആണല്ലോ സൊവറിറ്റി അല്ലെങ്കിൽ പരമാധികാരം. അപ്പം സ്റ്റേറ്റിന് എന്താണ്? പരമാധികാരം ഉണ്ട്. എന്നാൽ സമൂഹത്തിൻ്റെ കേസിൽ നമുക്ക് എന്ത് എഴുതാം? സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു അധികാരം ഇല്ലെന്ന് നമുക്ക് എക്സാമിന് ആൻസർ ആയിട്ട് എഴുതാം അല്ലേ. ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ സർക്കാർ അല്ലെങ്കിൽ ഒരു ഭരണഘടന ഉണ്ടല്ലേ നമ്മുടെ ഈ ഒരു സ്റ്റേറ്റിന്. അപ്പോൾ അത് ഉള്ളതിനാൽ തന്നെ അത് പരിപാലിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗവൺമെൻറ് ഉണ്ട്. ഈ ഒരു ഇവിടെ നിയമങ്ങൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശിക്ഷയ്ക്ക് വിധേയമാണ് രാഷ്ട്രത്തിൽ. എന്നാൽ സമൂഹത്തിൻ്റെ കേസിൽ നോക്കുന്നതാണെങ്കിൽ ഒരു പ്രത്യേകിച്ചൊരു ഗവൺമെൻറ് ഒന്നുമില്ല, ഒരു പെരുമാറ്റ ചട്ടങ്ങൾ മാത്രമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. ആചാരങ്ങൾ, ശീലങ്ങൾ എന്നിവയാണ് സൊസൈറ്റീനെ സംബന്ധിച്ചിടത്തോളം അത് വരുന്നത്. ഓക്കെ, ഇതാണ് ഈ ഒരു മെയിൻ ഡിഫറൻസ് ഒക്കെയാണ്. എക്സ്പ്ലെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് എന്ന് വെച്ച് കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞ ആ ഒരു എസെൻഷ്യൽ എലമെൻറ്റ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞു തരാം. എന്തായാലും ഒരു രാഷ്ട്രത്തിന് ഭരണഘടനയിൽ നിഷ്കർഷിച്ചിട്ടുള്ള പരമാധികാരമുണ്ട്. ഗവൺമെൻറ്റിനാണെങ്കിലോ
ആ ഒരു പരമാധികാരം അല്ലേ, സോവറിറ്റി ഇല്ല. അവിടെ ഫസ്റ്റ് ഒരു എലമെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്ന എല്ലാ പൗരന്മാരും ഉൾപ്പെടുന്ന വലിയൊരു സ്ഥാപനമാണ് നമ്മൾ രാഷ്ട്രം എന്ന് വിളിക്കുന്നത്. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അതൊരു ചെറിയ യൂണിറ്റ് ആണ് അല്ലേ. അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ മാത്രം, ഏതിൻ്റെ ഭരണഘടനയുടെ ആ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ചെറിയ യൂണിറ്റ് സർക്കാർ നിലകൊള്ളുന്നത്. രാഷ്ട്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം, പെർമനൻ്റ് ആണ്. സർക്കാരിൻ്റെ കേസിൽ അത് ചേഞ്ചബിൾ ആണ്, അത് മാറിയേക്കാം. ഇനി പരമാധികാര അധികാരങ്ങൾ ഭരണകൂടത്തിനാണുള്ളത്, അത് പരമാധികാരമുള്ള രാഷ്ട്രമാണ്. എന്നാൽ സർക്കാർ അധികാരം പ്രയോഗിക്കുക, ഈ ഒരു പരമാധികാരത്തെ പ്രയോഗിക്കുന്നതാണ് സർക്കാർ എന്ന് പറയുന്നത്. ഈ ഒരു സർക്കാർ എന്താണ്, രാഷ്ട്രത്തിൻ്റെ ഘടകം മാത്രമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് നോക്കുന്നുണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് നേഷൻ. സ്റ്റേറ്റും നാഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിൽ നമുക്ക് പറയാം, പൊളിറ്റിക്കൽ സയൻസിൽ ഒരു സ്റ്റേറ്റ് അതിൻ്റെ പ്രദേശവും ജനസംഖ്യയും ഗവൺമെൻറ്റും ഉള്ള രാഷ്ട്രീയ യൂണിറ്റാണ്. ഒരു നാഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതു സംസ്കാരം, ചരിത്രം, പാരമ്പര്യം പങ്കിടുന്ന ആളുകളുടെ കൂട്ടമാണെന്ന്. ഒരു മൊത്തത്തിൽ ഓവറോളായിട്ട് പറയുന്നതാണെങ്കിൽ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് എന്നത് ഒരു പ്രദേശത്തിൻ്റെയും ജനസംഖ്യയുടെയും മേൽ പരമാധികാരമുള്ള ഒരു നിയമപരമായ സ്ഥാപനമാണ്. നേഷൻ എന്നത് ഒരു കേന്ദ്രീകൃത ഭൂമിശാസ്ത്ര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങൾക്കിടയിലെ ആത്മീയവും മനഃശാസ്ത്രപരവുമായുള്ള സ്വഭാവ സവിശേഷതകളെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പം ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് നേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി കൊടുത്താൽ മതി കേട്ടോ. അപ്പം കൂടുതലായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം, അടിസ്ഥാനമായിട്ട് സ്റ്റേറ്റിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പം ഓരോന്നും സ്റ്റേറ്റ് എങ്ങനെ മറ്റുള്ളതിൽ നിന്ന്, സൊസൈറ്റിയിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും നാഷനിൽ നിന്നും വ്യത്യാസപ്പെട്ട് കിടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു 4 ഘടകങ്ങളെ, അടിസ്ഥാന ഘടകങ്ങൾ, സോവറിറ്റി, ഗവൺമെൻറ്, ടെറിറ്ററി, പോപ്പുലേഷൻ, അതിൽ നിന്നും വ്യത്യാസപ്പെടുത്തുന്നത് എഴുതിയാൽ മതി നിങ്ങൾ. ഇപ്പം തന്നെ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബേസിക് ആയിട്ട് സ്റ്റേറ്റിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ചാപ്റ്ററിൽ വരുന്നത് ചാപ്റ്റർ 4 മേജർ പൊളിറ്റിക്കൽ തിയറീസ്. മേജർ പൊളിറ്റിക്കൽ തിയറീസിൽ ഫസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ വരാമെന്നുണ്ടെങ്കിൽ, മേജർ പൊളിറ്റിക്കൽ തിയറീസ് പഠിക്കുമ്പം 3 തിയറീസാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. ഗാന്ധിസം, മാർക്സിസം ആൻഡ് പിന്നീട് വരുന്നത് ലിബറലിസം. ഈ 3 മേജർ തിയറീസാണ് അവിടെ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ്. ആകെ 3 കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതിൽ തിരിച്ചും മറിച്ചും ഒക്കെ അവർ ക്വസ്റ്റ്യൻസ് ഇടും, ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നന്നായിട്ട് തന്നെ എക്സാമിൽ അത് എഴുതിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം, ഗാന്ധിജീസ് വ്യൂസ് അബൌട്ട് വെസ്റ്റേൺ സിവിലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാമെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ ഗാന്ധിജ് വ്യൂസ് അബൌട്ട് വെസ്റ്റേൺ സിവിലൈസേഷൻ. വെസ്റ്റേൺ സിവിലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാശ്ചാത്യ സംസ്കാരത്തെക്കുറിച്ചും ഡീസെൻട്രലൈസേഷൻ, കേന്ദ്രീകരണ വിരുദ്ധ നിലപാടിനെക്കുറിച്ചും ഗാന്ധിജിൻ്റെ വ്യൂസ്, ഗാന്ധിജി അഭിപ്രായപ്പെടുന്നത് എങ്ങനെയാണെന്ന്. അതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് അതിൽ എഴുതാം. അതിൽ ഡീസെൻട്രലൈസേഷൻ, കേന്ദ്രീകരണ വിരുദ്ധ നിലപാട് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കൂടുതലായിട്ടും വില്ലേജ് സ്വരാജ് ആശയം എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അല്ലേ. ഗാന്ധിജീൻ്റെ കാര്യത്തിൽ നോക്കുന്നതാണെങ്കിൽ അതായത് വില്ലേജ് സ്വരാജ് എന്താണ്, ജനങ്ങൾ സ്വയംഭരണത്തിലൂടെ അവരുടെ ജീവിതം നയിക്കണമെന്നും അധികാരം ഗ്രാമീണ തലത്തിലും തദ്ദേശീയ തലത്തിലും നിലനിൽക്കണമെന്നാണ് ആരാഗ്രഹിക്കുന്നത്, നമ്മുടെ ഗാന്ധിജി ആഗ്രഹിക്കുന്നത്. അതായത് കേന്ദ്രീകരണമായിട്ടുള്ള ഒരു കേന്ദ്രഭരണം വേണ്ടിയ ആവശ്യമില്ല. എല്ലാവർക്കും സ്വയം നമ്മുടെ ഡെവലപ്മെൻറ്റ്, പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവരവർ തന്നെ ഭരിക്കുന്ന ആ ഒരു രീതിയിലേക്ക് വരണമെന്നാണ് ഗാന്ധിജി അഭിപ്രായപ്പെടുന്നത്. അതാണ് കേന്ദ്രീകരണ വിരുദ്ധ നിലപാട്, ഗാന്ധിജിൻ്റെ ഡീസെൻട്രലൈസേഷൻ. ഇപ്പോൾ വെസ്റ്റേൺ സിവിലൈസേഷനെ മുട്ടിച്ച് നോക്കുന്നതാണെങ്കിൽ നമുക്ക് പറയാം, പാശ്ചാത്യ സംസ്കാരം മനുഷ്യ നന്മയ്ക്ക് പകരമായി ഉപഭോഗത്തിനും ഭൗതിക സമ്പത്തിനും
കൂടുതലായി പ്രാധാന്യം നൽകുന്നതായിട്ട് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ പാശ്ചാത്യ ഉപഭോക്തൃ മൂല്യങ്ങൾ മനുഷ്യനിലെ ആത്മവിശ്വാസവും സ്വാതന്ത്ര്യവും എടുത്തു കളയുമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ രണ്ടിനെ എതിർക്കുന്നത്, ഗാന്ധിജി എതിർക്കുന്നത്. അപ്പം ഈ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ എഴുതാവുന്നതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ പല വില്ലേജ് സ്വരാജ്, നമ്മുടെ നാട്ടിലുള്ളവർക്ക് തന്നെ അവരുടെ അധികാരം ദേശീയ തലത്തിൽ നിന്നും മാറി ജനങ്ങൾ സ്വയംഭരണം ഗ്രാമീണ തലത്തിലും തദ്ദേശീയ തലത്തിലും നിലനിൽക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വില്ലേജ് സ്വരാജ് അദ്ദേഹത്തിൻ്റെ തന്നെ വേറൊരു വ്യൂ ആണ്, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച വേറൊരു ആശയമാണ് ട്രസ്റ്റിഷിപ്പ് എന്നുള്ളത്. അപ്പം ഈ ഒരു ട്രസ്റ്റിഷിപ്പിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം എന്താണെന്ന് ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വൈ സെറ്റ് ദി ഗാന്ധിജീസ് ഐഡിയ ഓഫ് ട്രസ്റ്റിഷിപ്പ് വാസ് യൂണീക്ക്, എന്തുകൊണ്ടാണ് ഗാന്ധിജി ട്രസ്റ്റിഷിപ്പ് എന്ന ഈ ഒരു യുണീക്കായിട്ടുള്ള ഐഡിയ പറയാൻ കാരണമെന്ന്. അപ്പം ആ ഒരു ട്രസ്റ്റിഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താണ് ട്രസ്റ്റിഷിപ്പ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റിയതാണ്, ഒരു വ്യക്തി സമ്പന്നനാകുമ്പോൾ ആ ഒരു സമയത്ത് ആ സമ്പത്ത് സമുചിതമായിട്ട് മുഴുവൻ സമൂഹത്തിൻ്റെ ക്ഷേമത്തിനായി ഉപയോഗിക്കപ്പെടണമെന്നും സമ്പത്ത് കൈവശം വയ്ക്കുന്നവർ സാമൂഹ്യ നന്മയ്ക്കായി വകമാറ്റണമെന്നും അദ്ദേഹം പറയുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റിഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു തിയറിയാണ് മാർക്സിസം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു മാർക്സിസത്തിൻ്റെ റെലവൻസ് എന്നാണ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു മാർക്സിസം എന്തായാലും ചോദിക്കും. ഇതിന്ന് ഗാന്ധിസം, മാർക്സിസം അല്ലെങ്കിൽ ലിബറലിസം, ഈ 3 തിയറീസ് ഉള്ളത്. അപ്പോൾ അതെന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 3ഉം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എഴുതിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ റിലവൻസ് ഓഫ് മാർക്സിസം ഫസ്റ്റ് വരുന്നത് വർഗ്ഗസമരം, ക്ലാസ് സ്ട്രഗിളാണ്. അപ്പോൾ മാർക്സിസത്തിൻ്റെ പ്രധാന സിദ്ധാന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു വർഗ്ഗസമരമാണ്. സമൂഹത്തിൽ സമ്പന്നരെന്നും താഴ്ന്ന വിഭാഗങ്ങളിലായി 2 വിഭാഗങ്ങൾ ഉണ്ടെന്നും ഇതിൽ സമ്പന്ന ശക്തി പുലർത്തുന്നവർ സമൂഹത്തെ നിയന്ത്രിക്കുന്നു, മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നെന്നാണ് ഈ ഒരു മാർക്സിസം വർഗ്ഗസമരത്തിലൂടെ പറയുന്നത്. ഇനിയിപ്പം നെക്സ്റ്റ് വരുന്നത് അതിൽ തന്നെ അതിൻ്റെ റെലവൻസ് ആയിട്ട് വരുന്നത് സമാജവാദമാണ്, അല്ലെങ്കിൽ സോഷ്യലിസം. മാർക്സിസത്തിൻ്റെ ദൃഷ്ടിയിൽ സമ്പത്ത് പൊതുസമൂഹത്തിനായി പുനർവിതരണം നടത്തുമ്പോഴാണ് എല്ലാവരും സമത്വം അനുഭവിക്കുന്ന ഒരു സമാനതകളുള്ള സമൂഹം രൂപപ്പെടുക എന്നാണ് ഇവർ ഈ ഒരു സോഷ്യലിസത്തിലൂടെ, അല്ലെങ്കിൽ അവർ മാർക്സിസം വിശ്വസിക്കുന്നത്. ഇനി മൂന്നാമത് സാധുതയുള്ള മാറ്റം. മൂന്നാമതായിട്ട് വിപ്ലവങ്ങളിലൂടെയോ അല്ലെങ്കിൽ സമഗ്രമായിട്ടുള്ള മാറ്റങ്ങളിലൂടെയോ മാത്രമേ അതിൻ്റെ ലക്ഷ്യങ്ങൾ, നമുക്കിപ്പം ഒരു കാര്യം നിറവേറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ വിപ്ലവത്തിലൂടെ നേടിയെടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവണം, എന്നാൽ മാത്രമേ അത് നമുക്ക് കൈവരിക്കാൻ പറ്റൂ എന്നാണ് മാർക്സിസം പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് മാർക്സിസത്തിൻ്റെ റെലവൻസ് ആയിട്ട് വരുന്നത്. ഇനി ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം തിയറി ഓഫ് മാർക്സിസം, ഇതെന്താണെന്ന് നോക്കാം. അതായത് ചരിത്രഭാവന, മാർക്സിസത്തിൻ്റെ ചരിത്രഭാവന സിദ്ധാന്തം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതും ഇങ്ങനെ ഡിഫൈൻഡ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം തിയറി ഓഫ് മാർക്സിസം അങ്ങനെയൊക്കെ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാർക്സിസം തന്നെ പഠിച്ചാൽ മതി കേട്ടോ. അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ തന്നെ പല ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം 3 തിയറീസും പക്ക ഓക്കെ ആയിരിക്കണം. എന്നാൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസ്റ്റ് തിയറീസ് ഓഫ് മാർക്സിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വരുന്നത് സാമ്പത്തിക ഘടകങ്ങളാണ്. അപ്പോൾ ചരിത്രത്തിലെ മാറ്റങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ എന്നിവ തീരുമാനിക്കുന്നത് ഈ ഒരു സാമ്പത്തിക ഘടകമാണ്. പിന്നെ ഉൽപാദന ശക്തികളും ഉൽപാദന സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിലെ രീതികളുമാണ് ഈ ഒരു ചരിത്ര വികസനം എന്ന് മാർക്സിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. പിന്നാണെങ്കിൽ ഒരു പുനർസംവിധാനത്തിൻ്റെ ആവശ്യം ഇവിടെ വരുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. വ്യവസ്ഥകൾ മാറുന്നതിനൊപ്പം ആഴത്തിൽ വ്യത്യാസമുള്ള വ്യവസ്ഥകളും വരുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഫ്യൂഡലിസം ആയിരുന്നു, പിന്നീട് അത് ക്യാപിറ്റലിസം ആയിട്ട് മാറി. പിന്നെ ആ ഒരു ക്യാപിറ്റലിസത്തിൽ നിന്നിട്ടും സമാജവാദത്തിലേക്കും മാറുന്ന ഒരു പ്രക്രിയ, ഇതിനെയാണ് ഭാവനയുടെ ഘടകമെന്ന് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് വീക്ക്നെസ് ഓഫ് ലിബറലിസം ആണ്. ഇതിൽ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. അതിൻ്റെ 5 പ്രധാന സവിശേഷതകൾ. അതിൽ ഫസ്റ്റ് വരുന്നത് വ്യക്തി സ്വാതന്ത്ര്യം തന്നെയാണ്. ലിബറലിസം ആ ഒരു സിദ്ധാന്തം തന്നെ സ്വാതന്ത്ര്യം എന്നാണ്
അവർ മുഖ്യധാര കൊടുക്കുന്നത്. അപ്പം വ്യക്തി സ്വാതന്ത്ര്യം എന്തായാലും ഉണ്ടായിരിക്കണം എന്ന് അവർ പറയപ്പെടുന്നു. പിന്നെ നിയമത്തിൻ്റെ പരമാധികാരം, അതായത് വ്യക്തി എത്ര ശക്തിയുള്ളവനാണെങ്കിലും അവരെന്താണ് നിയമത്തിന് വിധേയമായിരിക്കണമെന്ന് ഇതിൻ്റെ ഒരു സവിശേഷതയാണ് അവർ പറയുന്നുണ്ട്. പിന്നാണെങ്കിൽ 3 സ്വതന്ത്ര വിപണി, സ്വാതന്ത്ര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പങ്കാളിത്തത്തിനും വിനിമയത്തിനും നിയന്ത്രണങ്ങൾ കുറിച്ച് വിപണി കൂടുതൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുമെന്ന് ലിബറൽ സാമ്പത്തിക സിദ്ധാന്തം വിശ്വസിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 4-മത്തത് ജനാധിപത്യവും ജനപ്രതിനിധികളും. ജനാധിപത്യാധിഷ്ഠിതമായിട്ടുള്ള ഭരണരീതികളെ ഇവർ പിന്തുടരുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി 5-മത്തെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ മതനിരപേക്ഷത. ലിബറലിസം മതവികാരം ഏത് രീതിയിലുമുള്ള രാഷ്ട്രീയയിലും ഭരണത്തിൽ നിന്നും അകറ്റി നിരൂപിക്കുന്നുണ്ട്. മതം സംസ്ഥാനമല്ല, ജനങ്ങളുടെ താല്പര്യങ്ങളാണ് ഭരണത്തിനും നിയമത്തിനും മേൽക്കോയ്മ ഉള്ളതെന്നാണ് അവർ പറയുന്നത്. ഇതാണ് ഇത്രയും സവിശേഷതകളാണ് ലിബറലിസത്തിന് വരുന്നത്. പിന്നാണെങ്കിൽ അതിൻ്റെ വീക്ക്നെസ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നത് അതിൻ്റെ സാമ്പത്തിക അസമത്വമാണ്. ലിബറലിസത്തിൻ്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ ആശയം വിപണിയിലെ സമത്വക്കുറവിന് കൂടുതൽ കാരണമായേക്കാം അല്ലേ. സാമ്പത്തിക അസമത്വം മൂലം അതിനൊരു ചാൻസ് കൂടുതലുണ്ട്. ഇത് ദാരിദ്ര്യത്തിലേക്ക് ചുവടുമാറ്റാനും കാരണപ്പെടുന്നുണ്ട്. പിന്നെ 2-മതായിട്ട് നമുക്ക് പറയാന്നുണ്ടെങ്കിൽ സാമുദായിക വിതവിൽപ്പ്, അതായത് വ്യക്തികളുടെ സ്വാതന്ത്ര്യം സവിശേഷതയായ ലിബറലിസം സമൂഹത്തിലെ സമുദായപരമായിട്ടുള്ള ബന്ധങ്ങൾക്കും ഐക്യത്തിനും കുറവ് നൽകുന്നുണ്ട്. അപ്പം ഇതും ഇതിൻ്റെ ഒരു വീക്ക്നെസ് ആണ്. പിന്നെ സ്വതന്ത്ര വിപണി ചൂഷണം, ഇത് ബഹുഭൂരിപക്ഷം ആളുകളെ വിപണിയിലെ സ്വാതന്ത്ര്യം ചൂഷണം ചെയ്യുന്നതിനേക്ക് നയിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അത് ഇതിൻ്റെ ഒരു മെയിൻ വീക്ക്നെസ് ആയിട്ട് നമുക്ക് എടുത്തു പറയാം. വ്യക്തിത്വ മൂല്യങ്ങൾക്കുള്ള അമിത പ്രാധാന്യം, അതായത് ലിബറലിസം പറയുന്നത് തന്നെ എന്താണ്, വ്യക്തികൾക്ക് കൂടുതലായിട്ട് പ്രാധാന്യം ഇവർ കൊടുക്കുന്നുണ്ട്. അവരുടെ ഇഷ്ടങ്ങൾക്കും അവകാശങ്ങൾക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് വല്ലാത്തൊരു വീക്ക്നെസ് ആണ് ഇതിൻ്റെ തന്നെ. പിന്നെ സമ്പദ് വ്യവസ്ഥയിലെ തീർച്ചയില്ലായ്മ. ഇപ്പം അതായത് ലിബറലിസം പ്രോത്സാഹിപ്പിക്കുന്ന വിപണിയിലെ മത്സരത്തിന് മൂലം സാമ്പത്തിക സ്ഥിരത കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലർ സമ്പന്നരാകുമ്പോൾ മറ്റുള്ളവർ ദാരിദ്ര്യത്തിലേക്ക് തള്ളപ്പെടാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകളും പിന്നെ അതിൻ്റെ വീക്ക്നെസ്സും ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ നല്ല രീതിയിൽ നിങ്ങൾ പോയിന്റ് വൈസ് ആയിട്ടൊക്കെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെയിൻ തിയറീസ് പഠിക്കാൻ തന്നെയാണ്. പിന്നെ അതിൽ ഗാന്ധിജീൻ്റെ സിദ്ധാന്തം വെച്ച് നോക്കുമ്പോൾ ട്രസ്റ്റിഷിപ്പ് നോക്കുക. പിന്നെ വില്ലേജ് സ്വരാജ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ രാമരാജ്യം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ, എല്ലാവരും നല്ല രീതിയിൽ തന്നെ കഴിയുക, പീസ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താണ് വ്യൂസ് നമ്മുടെ മോഡേൺ യുഗത്തിൽ ഈ ഒരു ഗാന്ധിജീൻ്റെ എന്താണ് വ്യൂവിനെ കുറച്ചും കൂടെ പറയാന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാമെന്നുണ്ടെങ്കിൽ മോഡേൺ കാലത്തിലേക്ക് അതിൻ്റെ റെലവൻസ് എന്താന്ന്, ഗാന്ധിജീസിൻ്റെ ഈ ഒരു വ്യൂവിൻ്റെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. അഹിംസാ മാർഗത്തിലൂടെയാണ് അദ്ദേഹം കൂടുതലായിട്ട് സമരം, അഹിംസയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സമരങ്ങളൊക്കെ അദ്ദേഹം പ്രാവർത്തികമാക്കുന്നത്. കൂടുതലായിട്ട് പീസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസുകളാണെങ്കിൽ എഴുതിയെടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ചാപ്റ്റർ 6 ആണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ചാപ്റ്റർ 6 പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് ചാപ്റ്റർ 6 ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 3 പോയിൻറ്റ്സ് ആണ് ഇത് നിങ്ങൾ നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ പകുതി ഭാഗത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഇക്വാലിറ്റീസ് എൻഷുവേർഡ് അണ്ടർ ദി ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ഇക്വാലിറ്റി. നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്നതാണെങ്കിൽ അവർ ചോദിക്കുന്ന എക്സ്പ്ലെയിൻ എനി 4 ടൈപ്സ് അല്ലെങ്കിൽ 5 ടൈപ്സ് ഓഫ് ഇക്വാലിറ്റീസ് എൻഷുവേർഡ് അണ്ടർ ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ഇക്വാലിറ്റി, അങ്ങനെ എല്ലായിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പം ഇത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതത്തിലെ അടിസ്ഥാന അവകാശമായിട്ടുള്ള സമത്വാവകാശത്തിന് ഉറപ്പ് നൽകുന്ന 4 തരത്തിൽ അല്ലെങ്കിൽ 5 തരത്തിലുള്ള സമത്വങ്ങൾ ഏതൊക്കെയാണ് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവല്. അപ്പോൾ അതിലൊന്ന് നമുക്ക് എഴുതാം, നിയമത്തിന് മുൻപിൽ സമത്വം, ഇക്വാലിറ്റി ബിഫോർ ലോ. ഇത് ആർട്ടിക്കിൾ 14 പ്രകാരം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും നിയമത്തിന് മുൻപിൽ ഒരേ നില നൽകപ്പെടും. അതൊരു പോയിൻ്റായിട്ട് നമുക്ക് എഴുതാം. പിന്നെ വിവേചനമില്ലായ്മ, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ, ആർട്ടിക്കിൾ 15 പ്രകാരം ജാതി, വർഗം, മതം, ലിംഗം, ജന്മസ്ഥലം
തുടങ്ങിയവ അടിസ്ഥാനമാക്കിയിട്ട് ആരെയും വിവേചന വിധേയരാക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് എഴുതാം, ഞാനിവിടെ 4ഓളം പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ബാക്കി നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ നോക്കിയിട്ട് പഠിക്കാവുന്നതാണ് കേട്ടോ. ജോലിയിലേക്ക് തുല്യ പ്രവേശനം, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ എംപ്ലോയ്മെൻറ്റ്, ആർട്ടിക്കിൾ 16 പ്രകാരം സർക്കാർ ജോലികളിലേക്ക് പ്രവേശിക്കുന്നതിൽ തുല്യാവകാശം ഉറപ്പുവരുത്തുന്നു. പിന്നെ നാലാമത്തെ ഒരു പോയിന്റ് വെച്ച് പറയുന്നതാണെങ്കിൽ ഉണർമുഖമായിട്ടുള്ള ബഹിഷ്കാരത്തിൻ്റെ നിഷേധം, അതായത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, ആർട്ടിക്കിൾ 17 പ്രകാരം അശുദ്ധമായവനെ അന്ധവിശ്വാസപരമായി തളച്ചു വെക്കുന്ന അശുചിത്വം എന്ന രീതി രാജ്യത്ത് നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്തരം പോയിന്റ്സ് ഒക്കെയാണ് ഇതിൽ ചോദിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാപ്റ്റർ 6 ടൈപ്സ് ഓഫ് ഇക്വാലിറ്റീസ് എൻഷുർഡ് അണ്ടർ ദ ഫണ്ടമെന്റൽ റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ വരുന്നത്. ഇനിയും പോയിന്റ്സ് ഉണ്ടാവാം, പക്ഷേ അതവർ മിനിമലായിട്ടായിരിക്കും ചോദിക്കലോ, ഒന്നെങ്കിൽ 4 പോയിന്റ്സ് അല്ലെങ്കിൽ 3 പോയിന്റ്സ് 5 പോയിന്റ്സ് എന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി രണ്ടാമതായി ചോദിക്കുന്ന ഒരു പോയിന്റ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. അതും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ പറയുന്നത്. ഒന്നെങ്കിൽ 4-5 ഡിഫറൻസ് നമുക്ക് എഴുതി കൊടുക്കാം. നമുക്ക് ചിലപ്പോൾ അവരത് ചോദിക്കും 4 ഡിഫറൻസ് ആണ് എഴുതേണ്ടതെങ്കിൽ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആൻസേഴ്സ് ചുരുക്കി എഴുതുക. ഇതിലിപ്പം പറയാമെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള പ്രാബല്യം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ വെച്ച് നോക്കുന്നതാണെങ്കിൽ ഭാഗം 4 ഉൾപ്പെടുന്ന ഇവ നിയമപരമായിട്ടുള്ള ഒരു ബാധ്യതയല്ല, നിയമപരമായിട്ടുള്ള ഒരു പ്രാബല്യം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനിയിപ്പം നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗം 3 ഭരണഘടനയുടെ ഭാഗം 3 ഉൾപ്പെടുന്ന ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടല്ലോ, അത് നിയമപരമായിട്ടുള്ള ബാധ്യതയുള്ളവയാണ്. പിന്നാണെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തെ സാമൂഹ്യ സാമ്പത്തിക നന്മ കൈവരിക്കാനുള്ള മാർഗങ്ങൾ സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണെങ്കിൽ വ്യക്തിയുടെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമതായിട്ട് നമുക്ക് പറയാമെന്നുള്ള ഒരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ ഇവ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് നടപ്പാക്കുന്നത്. എന്നാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണെങ്കിലോ മൂലാവകാശങ്ങൾ തത്സമയം നടപ്പാക്കുക തന്നെ ചെയ്യണം. അതായത് അപ്പം തന്നെ ഭരണകൂടം, കർത്തൃത്വം, നിയമവ്യവസ്ഥ എന്നിവ ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലകൊള്ളുന്നുണ്ട്. പിന്നെ വേറൊരു ഡിഫറൻസ് നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൻ്റെ ഈ സിദ്ധാന്തങ്ങളുണ്ടല്ലോ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ അത് കോടതിയിൽ നടപ്പാക്കാനാവില്ല. എന്നാലും മൂലാവകാശങ്ങളുണ്ടല്ലോ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അത് പൗരന്മാരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ കോടതികൾ സമീപിച്ച് അവ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പം കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ കുറച്ചും കൂടെ ഒരു ചാപ്റ്ററിന് ഈ ഒരു ഭാഗം നോക്കുന്നതാണെങ്കിൽ കുറച്ചധികം തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. പക്ഷെ അധികമല്ല, 4-5 പോയിന്റ്സ് വരെ മാക്സിമം നോക്കി വെക്കാം. അപ്പം അത് ഉപകാരപ്പെടും നിങ്ങൾക്ക്. പിന്നാണെങ്കിൽ നമുക്ക് 2, 3, 5 എന്ന രീതിയിലായിരിക്കും ഒരു മാർക്കിംഗ് സ്കീം വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് നൽകിയാൽ മതി കേട്ടോ. അപ്പോൾ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല, അതിലെന്താണോ ചോദിക്കുന്നത് അത്ര തന്നെ എഴുതി വെച്ചാൽ മതി. ഇനി മൂന്നാമത്തെ ഒന്ന് നമുക്ക് നോക്കുന്നതാണെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആസ് സോൾ ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അധ്യക്ഷാവകാശങ്ങൾക്കുള്ള ആത്മാവായ ഭരണഘടനാ പരിഹാരാവകാശത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് എഴുതാൻ അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതും എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഡിഫൈൻ ഇമ്പോർട്ടൻസ് ഓഫ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന ആ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം ഇതിൽ എഴുതുന്നുണ്ടെങ്കിൽ ഇതിൽ എഴുതുന്നതാണെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് എഴുതാം, പിന്നെ അതിൻ്റെ ന്യായീകരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചിട്ട് എഴുതാം, വിവിധ വിധികളിൽ കോടതികളുടെ ഇടപെടൽ എന്താണെന്ന് എഴുതാം, പിന്നെ ഭരണഘടനയുടെ പരിരക്ഷ ഒക്കെ എന്താണെന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ജനാധിപത്യ സംരക്ഷണത്തിന് മുൻഗണന കൊടുക്കുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ നോർമലി ഇത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനാ പരിഹാരാവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു
അവകാശമായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ്. ആർട്ടിക്കിൾ 32 പ്രകാരം ഒരു പൗരൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് അത് ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കോടതികളെ സമീപിച്ചു കഴിഞ്ഞാൽ അത് പുനഃസ്ഥാപിക്കപ്പെടാനുള്ള അവകാശം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു അവകാശത്തിനാണ് സോൾ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂലാവകാശങ്ങളുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ 6 എന്ന് വരുന്നത്. ചാപ്റ്റർ 7 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്. ഇതിൽ ഫസ്റ്റ് നമുക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം, വെൻ ആൻഡ് ഹൗ വേർ ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ 6 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ 7 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാനൊക്കെ അവർ ക്വസ്റ്റ്യൻസ് തരും. അപ്പം നമ്മുടെ ഈ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ബൈ ദ 42nd അമെൻമെൻറ്റ് ആക്ട് പ്രകാരം 1976 പാർട്ട് എയിൽ ആർട്ടിക്കിൾ 51A ഈ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ചേർക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം കുറച്ച് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഞാൻ കുറച്ച് പറഞ്ഞു തരാം എന്തായാലും ഈ ഒരു ക്ലാസ്സിൽ. ബാക്കി നിങ്ങൾക്ക് ഒരു മിനിമം ഒരു 6-7 പോയിൻറ്റ്സ് ഇത് ഓർത്ത് വെക്കാൻ നോക്കേണ്ടതാണ് കേട്ടോ. ഒരു ടൈമിൽ ചിലപ്പം അത് മിനിമലായിട്ട് ക്വസ്റ്റ്യൻസ് വരാം, 4-5 പോയിൻറ്റ്സ് ആയിട്ട്, അല്ലെങ്കിൽ അതൊരു 8 പോയിൻറ്റ്സ് വരെ എഴുതാൻ അവർ ചോദിക്കാം. അപ്പം ഒന്ന് പറയുന്ന ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു പോയിൻ്റായിട്ട് പറയുന്നതാണെങ്കിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ദേശീയ സമരത്തെ ആവേശം കൊള്ളിച്ച മഹത്തായ ആദർശങ്ങളെ ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. മൂന്നാമത്തെ ഒരു പോയിന്റ് പറയുന്നതാണെങ്കിൽ ഇന്ത്യയുടെ പരമാധികാരത്തെയും ഐക്യത്തെയും ഏകീകരണത്തെയും സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. നാലാമത്തെ പോയിന്റ് രാഷ്ട്രത്തെ പ്രതിരോധിക്കുക, രാഷ്ട്രം ആവശ്യപ്പെടുമ്പോൾ രാഷ്ട്ര സേവനം നൽകുക. അപ്പം ഇത്രയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. സ്റ്റെപ്സ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു ഇംപ്ലിമെൻറ്റ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. അതായത് ഹൈലൈറ്റ് ചെയ്യാം, അങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നതാണെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാൻ പറയും എത്രത്തോളം സ്റ്റെപ്പാണ് ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതെന്ന്. അപ്പം ആർട്ടിക്കിൾ 3651 അണ്ടറിൽ പാർട്ട് 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഡീൽ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അണ്ടറിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ജീവിത വൃത്തിക്കായുള്ള മാർഗ്ഗങ്ങൾ, പിന്നെ ഭൗതിക വിഭവങ്ങളുടെ മേലുള്ള പൊതുവായ ഉടമസ്ഥത, പിന്നെ പൊതു താല്പര്യത്തിന് വിരുദ്ധമായിട്ട് സമ്പത്ത് കുന്നുകൂടുന്നത് തടയുക, തുല്യ ജോലിക്ക് സ്ത്രീ പുരുഷ ഭേദമില്ലാത്ത തുല്യ വേതനം എന്നൊക്കെയാണ് ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. മെയിനായിട്ടും ഈ ഒരു ഡ്യൂട്ടീസും ഡയറക്റ്റീവ് പ്രിൻസിപ്പിളെ കുറിച്ചിട്ട് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിന് എന്തായാലും ചോദിക്കുന്നത്. പിന്നെ വേറെ നമുക്ക് നോക്കാം നെക്സ്റ്റ് പർപ്പസ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. അതിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ വാട്ട് ആർ ദ പർപ്പസ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആൻഡ് എക്സ്പ്ലെയിൻ എനി സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നായിരിക്കും. അപ്പം ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, മെച്ചപ്പെട്ട ജീവിത നിലവാരം സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരിലും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന ഒരു പോളിസിയാണ് ഇത്. അപ്പം തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകി കൊണ്ടും എല്ലാ രീതിയിലും ക്ഷേമരാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ നിർദ്ദേശക തത്വങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് പോയിൻ്റായിട്ട് വരുന്നത് ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി റിലേറ്റഡ് ടു ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ഇവിടെയും ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് സ്റ്റേറ്റ് എനി 2 അല്ലെങ്കിൽ 3 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ റിലേറ്റഡ് ടു ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നിങ്ങൾ എഴുതി കൊടുക്കുന്ന 1, 2, 3 കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ എഴുതാം. ഇപ്പം ഞാൻ എന്തായാലും ചെറിയൊരു രീതിയിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാം ഇവിടെ. ഇപ്പം അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് വരുന്നത്. അതായത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിവാരണം, പരസ്പരം ബഹുമാനം പ്രകടിപ്പിക്കൽ എന്നിവയ്ക്കായി നടപടിയെടുക്കുക. ഇത് ഇതിനൊരു മെയിൻ കർത്തവ്യമാണ്. രണ്ടാമതായി വരുന്നത് സുരക്ഷാ സഹകരണം. ആഗോള സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് സൈനിക, സാമ്പത്തിക, സാങ്കേതിക സഹായം നൽകുക. ഇതാണ് രണ്ടാമത്തെ പോയിൻ്റായിട്ട് ഈ ഒരു ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി കൊണ്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആണെങ്കിൽ മൂന്നാമത്തെ പോയിന്റ് വരുന്ന ആഗോള നീതിയും ആസൂത്രണ
മഹാന്യമായിട്ടുള്ള മാറ്റങ്ങൾ, സാമൂഹ്യ നീതിയും സമ്പദ്ഘടനാ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുക, അതിലൂടെ തുല്യ അവകാശവും സാധുവായ അന്താരാഷ്ട്ര ബന്ധങ്ങളും ഉറപ്പാക്കുക എന്നിവയാണ് ഈ ഒരു ആഗോള നീതിയും ആസൂത്രണവും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കുറച്ച് പോയിന്റ്സ് എഴുതാനായിരിക്കും ഈ ഒരു പോയിന്റിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലൂടെ ഫൈനൽ എക്സാമിനൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം കുറച്ച് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഈ ഒരു ചാപ്റ്റേഴ്സിൽ 4 ചാപ്റ്റേഴ്സിൽ നിന്നും മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൻ്റെ ഒരു 75% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്നത് നമുക്ക് ഒരു ഫസ്റ്റ് സെക്ഷൻ ഉണ്ട്. അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടും അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കും. പക്ഷേ ഒരു ഡിസ്ക്രിപ്റ്റീവ് ലെവലിലേക്ക് വരുമ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇതൊക്കെ. ഇതന്നെ പഠിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഫൈനൽ എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റേഴ്സിൻ്റെ ഡിസ്കഷന്. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു.